ചൂരൽമല ഉരുൾപൊട്ടൽ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളൽ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്രം ഒഴിഞ്ഞുമാറുകയാണെന്ന് ടി സിദ്ദീഖ് എം.എൽ.എ. കോഴിക്കോട് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരും പ്രിയങ്കാ ഗാന്ധി എംപിയും ഇത് സംബന്ധിച്ച് നിവേദനം നൽകിയിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ കേന്ദ്രത്തിന്റെ സമീപനം അനുകൂലമായിരുന്നില്ലെന്നും ടി സിദ്ദീഖ് പറഞ്ഞു. കേന്ദ്ര പ്രിയങ്കാ ഗാന്ധി കൊടുത്ത നിവേദനം, കേരള അസംബ്ലിയുടെ യുനാനിമസ് ആയിട്ടുള്ള റെസൊല്യൂഷൻ, മുഖ്യമന്ത്രി കൊടുത്ത നിവേദനം, എം.എൽ.എ. എന്ന രീതിയിൽ ഞാൻ കൊടുത്ത നിവേദനം, എല്ലാ രീതിയിലുള്ള പ്രസിംഗും ഈ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോട് നടത്തി. കേന്ദ്ര സർക്കാർ നാഷണൽ NDMA ആക്ട് അമെൻഡ് ചെയ്തപ്പോൾ അവർ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു പുതിയ പ്രൊവിഷൻ കൊണ്ടു. ഈ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു പുതിയ പ്രൊവിഷനിലേക്ക് അവർ പുതിയ ആക്ടിൻ്റെ അമെൻമെൻറ്റ് കൊണ്ടുവന്നു. 1. 2, ഇത് 34-35 കോടി രൂപയുടെ പ്രശ്നമേ ഉള്ളൂ. ആകെ ഹൗസിംഗ് ലോണ്, വെഹിക്കിൾ ലോണ്, അഗ്രികൾച്ചർ ലോണ്, ബിസിനസ് ലോണ്, പേഴ്സണൽ ലോണ്, അങ്ങനെ തുടങ്ങിയതായിരിക്കും. പിന്നെ കുടുംബശ്രീ ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന JLG ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന ലോണുകൾ, പിന്നെ പ്ലസ് പ്രൈവറ്റ് സെക്ടർ വേറെയുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങളുടെ ലോണുകൾ വേറെയുണ്ട്. ഇതെല്ലാം കൂടെ വരുന്നത് ആകെ 34-35 കോടി രൂപയാണ്. ഞാൻ 2 സർക്കാരുകളുടെ ഭാഗത്തു നിന്ന് ഇതിൽ പാലിച്ചു വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ ഒരു ഉത്തരവാദിത്വം അവർ കീപ്പ് ചെയ്തില്ല. വളരെ കൃത്യമായി സർക്കാരിനെ ബോധ്യപ്പെടുത്തി, അവർക്ക് നിവേദനം കൊടുത്തു, MP നിവേദനം കൊടുത്തു, മുഖ്യമന്ത്രി നിവേദനം കൊടുത്തു, അസംബ്ലി യുനാനിമസ് റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്തു, MLA എന്ന രീതിയിൽ ഞങ്ങൾ അഡ്രസ്സ് ചെയ്തു, എല്ലാ രീതിയിലും അഡ്രസ്സ് ചെയ്തു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം വളരെ മോശമായിരുന്നു. ഇത്രയും പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ക്രിയേറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടും ഈ പാവപ്പെട്ട ആളുകളുടെ ലോൺ വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിനും വെയിവ് ചെയ്യാൻ പറ്റും.